ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ്. ഇന്ന് നമ്മൾ ആദ്യം മേജർ അർക്കാന മാത്രമാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ടാരോട്ട് കാർഡ്സിൽ മേജർ അർക്കാന, മൈനർ അർക്കാന എന്നിങ്ങനെ 2 സെക്ഷനിലുള്ള കാർഡ്സുകളാണ് ഉള്ളത്. അതൊരു മേജർ അർക്കാന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിനിടയിൽ വരുന്ന ചെറിയ കാര്യങ്ങളാണ് മൈനർ അർക്കാനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത രഹസ്യങ്ങളെയാണ് ഇത് വെളിപ്പെടുത്തി തരുന്നത്. അർക്കാന എന്ന് പറയുന്നത് എന്താണ്? മീനിങ് രഹസ്യം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ചില രഹസ്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന്. അതിനു മുൻപായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അപ്പോൾ നോക്കാം നമുക്ക്. നാല് കാർഡ്സ് എടുക്കാവേ. ഫുൾ കാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഡെത്താണ്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ദ ടവർ വന്നിട്ടുണ്ട്, ഡെത്തും വന്നിട്ടുണ്ട്, ടവറും വന്നിട്ടുണ്ട്. എംപറർ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടില്ലേ, നിങ്ങളുടെ ജീവൻ എടുക്കുന്ന ഒരു എനർജിയാണിത്. ജീവൻ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ കർമ്മ അനുഭവിക്കണമെങ്കിൽ എന്താണ്? നിങ്ങളിൽ നിന്ന് സുഖങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണം. അതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ചില സുഖകരമായ ചില കാര്യങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് സൗഖ്യം അനുഭവിച്ചിട്ടുള്ള ഒരു സന്ദർഭമായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരുടെ മരണം ഉണ്ടാവുക, വളരെയധികം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ഫാമിലിയിലായിരിക്കണം പെട്ടെന്ന് അവിടെ ഒരു വേർപാട് സംഭവിക്കുന്നത്. വളരെയധികം സ്നേഹിച്ച് കഴിഞ്ഞിരിക്കുന്നവരുടെ വേർപാട് സംഭവിക്കുക. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെയാണ് ചിലപ്പോൾ ജോലി ഒക്കെ നഷ്ടമാകുന്നത്. ചിലപ്പോൾ മറ്റ് പല പ്രശ്നങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പെട്ടെന്നാണ്. കാരണം അതുവരെ ഒരു കുഴപ്പവുമില്ലാതെ നല്ല സമൃദ്ധിയിൽ കഴിഞ്ഞിരിക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് അത് നഷ്ടമാകുന്നത്. പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു നഷ്ടമാകലിനെയാണ് ഡെത്ത് എനർജി എന്ന് പറയുന്നത്. അതായത് നല്ലതുപോലെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ചില ആൾക്കാർ നിങ്ങളിൽ നിന്നും വിട്ടുപോവുക. അതുമല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ വീട് ജപ്തിയാവുക, അല്ലെങ്കിൽ ജോലി ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുന്ന ആ ജോലി കിട്ടിയിട്ട് പെട്ടെന്ന് നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ചില എനർജീസിലാണ് ഈ ഒരു ഡെത്ത് കാർഡ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡെത്ത് വരുമ്പോൾ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കുറേ സന്തോഷകരമായ അവസ്ഥയിലേക്ക് സന്തോഷത്തിൽ നിങ്ങൾ കഴിഞ്ഞതാണ്, പക്ഷെ പെട്ടെന്നാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ എന്താണ്? നിങ്ങൾ അതിൽ നിന്നും കരകയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറെ കാലം ഇത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പൊ ഈ കുറെ കാലം നിങ്ങൾ ഇത് അനുഭവിക്കണം. അല്ലാതെ പെട്ടെന്നൊന്ന് ഇന്നലെ വന്നു ഇന്ന് അങ്ങോട്ട് മാഞ്ഞു പോകുന്ന ഒന്നല്ല കർമ്മ എന്ന് പറയുന്നത്. ചിലർക്ക് അത് പെട്ടെന്ന് മാഞ്ഞു പോകും, ചിലർക്ക് കുറെ കാലം കൂടെ ഉണ്ടാവും. അത് ഓരോരുത്തരും ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ തീവ്രത അനുസരിച്ച്, അതിൻ്റെ ലാഘവം എങ്ങനെയാണോ, അതിൻ്റെ കാഠിന്യം എങ്ങനെയാണോ, അതിനനുസരിച്ചാണ് ഇതിന് നമുക്ക് ശിക്ഷ കിട്ടുന്നത്. എന്തായാലും അത് അനുഭവിച്ചേ പറ്റൂ. പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ളതിനൊക്കെ അനുഭവിച്ചേ പറ്റൂ. അപ്പൊ ഇത് നിങ്ങൾ അനുഭവിച്ച് തീരാറായിരിക്കുന്ന ഒരു സമയത്താണ് ചില പുതിയ വെളിച്ചങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. പുതിയ ചില പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തതായിട്ട് നമുക്ക് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ഈ ഒരു ദുഃഖത്തെ, ഈ പ്രശ്നങ്ങളെ എങ്ങനെ നിങ്ങൾ മറികടക്കാമെന്ന് ഇവിടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു.
മനസ്സിലായി. അതിലാണ് നിങ്ങൾ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കഠിനമായ ചില സാധനങ്ങളെ കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇവിടെ വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്ന, വളരെ വലിയ ഹാപ്പിനെസ്സിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായി? ഇവിടെ ഡെത്ത് കാർഡ് മാത്രമല്ല, അതേ എനർജിയിൽ ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഡെത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. ഇനി ഒരു ചേഞ്ച് വരികയാണ്, ഇനി ഒരു പുനർജന്മം വരികയാണ്. നമ്മൾ മരിച്ചിട്ട് പിന്നീട് ഒരു പുനർജന്മത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെ? വീണ്ടും ഒരു ജന്മം എടുക്കാനായിട്ടാണ് സോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ഒരു സംഭവം ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ടവർ മൊമെന്റ് വന്നിരിക്കുന്നത് എന്താണ്? പെട്ടെന്ന് നാശനഷ്ടങ്ങൾ വരികയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് ഒരു പരിവർത്തനം വരുന്നത് ജീവിതത്തിൽ. മനസ്സിലായി? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടാണ് ചിലപ്പോഴൊക്കെ പല കാര്യങ്ങളും നഷ്ടമാകുന്നത്. കാരണം സമൃദ്ധമായി ജീവിച്ചിരുന്ന, സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന, ഐശ്വര്യത്തിൽ കഴിഞ്ഞിരുന്ന ജീവിതത്തിൽ ഇടയ്ക്ക് മറ്റു ചില ആൾക്കാർ വന്നു കയറാം. ഇനി അതുമല്ല എങ്കിൽ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നല്ല മനോഹരമായ ഒരു കെട്ടിടമൊക്കെ നിങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് അത് പ്രകൃതിക്ഷോഭം കൊണ്ടത് നശിച്ചു പോകാം. പെട്ടെന്ന് അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഇവിടെ ഒരു ന്യൂ ബർത്ത് ആണെങ്കിൽ ഇവിടെ ഒരു പരിവർത്തനമാണ് വരാൻ പോകുന്നത്. മനസ്സിലായോ? അതിൽ നിന്നും നിങ്ങൾക്ക് കണ്ടില്ല, ഇവിടെ പിന്നീട് എംപററുടെ പദവിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സൺ കാർഡിലേക്കാണ് വന്നിരിക്കുന്നത്, സണ്ണിന്റെ എനർജിയിലേക്കാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ, ഡെത്ത് കാർഡ് എന്താണെന്ന്. മേജർ അർക്കാനയല്ലേ? അപ്പോൾ ഇവിടെ നിന്നും എന്തിലേക്കാണ് വരാൻ പോകുന്നത്, എന്ത് സിറ്റുവേഷൻ ആണ്, നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ. ഡെത്ത് കാർഡ് കണ്ടില്ലേ? നിങ്ങൾ കർമ്മ അനുഭവിക്കുകയാണ്, കർമ്മ എന്ന് തന്നെയാണ് കാർഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ കർമ്മ അനുഭവിക്കുന്ന ഒരു സമയമാണ് പലരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രമാത്രം ഈ ഒരു എനർജി വന്നിരിക്കുന്നത്, ഇത്രമാത്രം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അതാണ് അടുത്തായിട്ട് ഈ കർമ്മ നിങ്ങളിൽ നിന്ന് റിലീസായിട്ട് പോയിട്ടല്ലേ ഇവിടെ സൺ കാർഡ് വരുന്നത്, വെളിച്ചം വരുന്നത്. ഈ ഇരുളിൽ നിന്ന് എനിക്ക് നല്ലൊരു ജീവിതം തരണേ ദൈവമേ എന്ന് ഒരുപാട് കണ്ടില്ലേ? ഇവിടെ യൂണിവേഴ്സിനോട് പ്രേ ചെയ്യുകയാണ് ഇവര്, എനിക്ക് നല്ലൊരു ജീവിതം ഇനിയെങ്കിലും തരണേ ദൈവമേ. നിങ്ങൾ ഒത്തിരി പേർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവണം. മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഒരുപാട് സങ്കടങ്ങളിലൂടെ വന്നിട്ടുള്ളവരാവണം. അതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത്, ഈ ഒരു റീഡിങ് കാണുന്നത് തന്നെ അതുകൊണ്ടാണ്. പല തരത്തിലും പല പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുമല്ല, സമൃദ്ധിയിൽ സന്തോഷത്തിലൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്കും ഈ റീഡിങ് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. തൻ്റെ ചോദ്യത്തിനുള്ള പ്രോബ്ലംസ് ഇതിനകത്തുണ്ടോ, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കണ്ടാണ്, എൻ്റെ കാര്യമാണോ ഇവിടെ പറയുന്നത് എന്നൊക്കെ നോക്കിക്കണ്ടിട്ടാണ് നിങ്ങളിവിടെ ഇത് കേൾക്കാൻ വരുന്നത്, ഈ വീഡിയോ നിങ്ങൾ കാണാൻ വരുന്നത്. മനസ്സിലായി? അപ്പോൾ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു വ്യക്തിയും ഇവിടെ ഇത് കാണാനായിട്ട് മെനക്കെടുകയില്ല. അവർ വല്ല കോമഡിയോ എന്തെങ്കിലും പാട്ടോ ഡാൻസോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കർമ്മ, നിങ്ങൾ ഒരുപാട് കർമ്മ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് വരാനുള്ള, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ന്യൂ ബർത്ത് ആണ് വരാൻ പോകുന്നത്. ഡെത്ത് വരുമ്പോൾ ന്യൂ ബർത്ത് ആണ് ഉള്ളത്. അതായത് ജീവിതത്തിനൊരു ചേഞ്ച് വരികയാണ്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ അത് തന്നെയാണ്. കർമ്മ റിലീസ് ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമതൊരു ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നീട് ഈ രണ്ടാമതൊരു ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെയധികം അത് പോസിറ്റീവ് ആയിരിക്കും. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് വന്നിട്ട് ഇതിനെ മറികടക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവണം. ഈ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാനുള്ള സൊല്യൂഷൻ തേടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മെഡിറ്റേഷനിലൂടെ ഇത് ശരിയാവും. യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഹെൽത്ത് കൊണ്ടുവരിക, ഹെൽത്തിന് നല്ലതുപോലെ പ്രോഗ്രസ് ആവും, വെൽത്ത് നല്ലതുപോലെ പ്രോഗ്രസ് ആയി കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാക്കിംഗ് നടത്തുന്നതോ, അതുമല്ല യോഗ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ സൂര്യ നമസ്കാരം ചെയ്യണം രാവിലെ. അപ്പോൾ ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി കൊണ്ടുതരുന്ന എനർജിയാണ്. നിങ്ങൾക്ക് നാളെ എങ്ങനെ പോകണം, നിങ്ങൾക്ക് എങ്ങനെ പോയാൽ സക്സസ് ഉണ്ടാവും, ഇതൊക്കെ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന എനർജിയാണ് ഈ മെഡിറ്റേഷൻ, യോഗ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായി? നിങ്ങളുടെ ഹെൽത്തൊക്കെ നല്ലതുപോലെ പ്രോഗ്രസ് ആയി വരും. അതുവഴി നിങ്ങൾക്ക് ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴല്ലേ അത് നിങ്ങൾക്ക് വെൽത്ത് വരുന്നത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്നു. അതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും മുന്നോട്ടുള്ള എൻ്റെ ജീവിതം ഇനി എങ്ങനെ പോകണമെന്ന്.
അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ടവർ മൊമെന്റ് ആണ്. ടവർ മൊമെന്റ് എന്ന് പറയാൻ നിങ്ങൾ കിരീടം വെച്ചിരിക്കുകയായിരുന്നു, പക്ഷെ കിരീടമൊക്കെ തട്ടിത്തെറിപ്പിച്ച് ആരോ കൊണ്ടുപോയിരിക്കുന്നു. മനസ്സിലായി. അതുപോലെ ഉയർന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ കഴിഞ്ഞിരുന്നതാണ്, പക്ഷെ അതെല്ലാം ഇവിടെ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായി കണ്ണു മുൻപിൽ തന്നെ എന്താണ് അത് തകർന്നിടിഞ്ഞ് തരിപ്പണമാകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഇവിടെ നിന്നാണ് നിങ്ങൾക്കൊരു പരിവർത്തനത്തിൻ്റെതായ എനർജി വരുന്നത്. ഇവിടെ ഒരു പരിവർത്തനം നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ് കാണുന്നത്. ഇനി എന്തിന്റെ ഒരു പരിവർത്തനമാണ്? ഇത് എംപറർ ആണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടവർ മൊമെന്റ് വന്നിട്ട് എന്ത് പരിവർത്തനമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. ടവർ മൊമെന്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പേജ് ഓഫ് പെന്റക്കിൾസ്, സാമ്പത്തികം നാശമായി, നിങ്ങൾക്ക് സാമ്പത്തികം നശിച്ചു പോയി, നിങ്ങളുടെ ഒരുപാട് പേർ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ. കാരണം നിങ്ങളോട് സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതെ പോയിരിക്കുന്നു. കാരണം അവിടെ ഒരു വഴക്കും ബഹളവും ഒക്കെ നടന്നിട്ടുണ്ടാവണം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇടയ്ക്ക് നിങ്ങളോട് സ്നേഹം നടിച്ചു വന്നിരിക്കുന്ന ചിലരൊക്കെയും നിങ്ങളിൽ നിന്നും സാമ്പത്തികം വാങ്ങിച്ചിട്ട് മുങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ അത് തരുന്നില്ല. തരാത്ത എനർജി നിങ്ങളെ വീണ്ടും കുറ്റക്കാരാക്കുന്ന എനർജിയാണ്. നമ്മൾ ആർക്കെങ്കിലും സ്നേഹത്തോടു കൂടി കൊടുത്തു പോയെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ അനുഭവിക്കുക, അവരുടെ കർമ്മ നമ്മളിനി ഏറ്റെടുക്കുക ചെയ്യുന്നത്. അവരതിൽ നിന്നും റിലാക്സ് ആവും. അവരവരുടെ കടബാധ്യത തീർക്കാനോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ തീർക്കാനോ മറ്റാരെങ്കിലും സഹായിക്കാനോ വേണ്ടിയാണ് നമ്മളോട് ചോദിക്കാൻ വരുന്നത്, അല്ലെ? നമ്മളത് എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും വാങ്ങിച്ച കഷ്ടം തോന്നിയിട്ട് കൊടുത്ത് സഹായിക്കാൻ പോകും. പിന്നീട് എന്താണ് അനുഭവം? അവരവരുടെ കാര്യം നേടിക്കഴിഞ്ഞു. പിന്നീട് അവരുടെ ആ കർമ്മ ഇങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മേലിലെങ്കിലും നിങ്ങൾ മറ്റാർക്കും ആവശ്യമില്ലാതെ കടം കൊടുക്കാൻ പോകരുത്. കൊടുക്കുക, ചെറിയ സഹായങ്ങൾ ചെയ്യുക, എന്നിട്ട് അത് വേണ്ടെന്ന് വെക്കുന്നതാവും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ചോദിച്ച് വഴക്കിടുന്നതിലും നല്ലത് കൊടുത്തിട്ട് വേണ്ട എന്ന് വിചാരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തികപരമായ ചീറ്റിങ്ങുമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഒരു ടവർ മൊമെന്റിൽ വന്നിരിക്കുന്നത്. ഇനി അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവും, ജോലി നോക്കിയിരിക്കുന്നുണ്ടാവും. നഷ്ടപ്പെട്ട ജോലിയെ വീണ്ടും നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം. നഷ്ടപ്പെട്ട സാമ്പത്തികത്തെ വീണ്ടും നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾക്കൊരു രക്ഷ വരുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടവർ മൊമെന്റ് സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിവിടെ ഉത്തരം കിട്ടുന്നു. ഇവിടെ നിന്ന് ഒരു പരിവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് പെന്റക്കിൾസ് മാത്രമല്ല, ഇനി വേറെ എന്തിൻ്റെയും കൂടെ എനർജി വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. വേൾഡ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനും മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാനും ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നീങ്ങാനും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനുമുള്ള സമയമാണ് ആയിരിക്കുന്നത്. അതാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന്, അതായത് പഴയ ചില കാര്യങ്ങളെല്ലാം എൻഡാക്കിക്കൊണ്ട് നിങ്ങൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി അഥവാ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന എനർജി, അവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്തുകൊണ്ട് പരിപൂർണമായ സഫലതയിലേക്ക് കടക്കാൻ സാധിക്കുന്നു. നല്ല ഒരു ജീവിതത്തിലേക്ക് പിന്നീട് നിങ്ങൾക്ക് ഒരു പരിവർത്തനമായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികപരമായിട്ടാണ് കൂടുതലും നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നത്, പരിവർത്തനം വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ എംപറർ ആണ് അടുത്ത എനർജി വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കുകയാണ്. ഇവിടെ 4 ആണ് നമ്പർ. അപ്പോൾ എംപററുടെ പദവി എന്ന് പറയുമ്പോൾ ലൈഫിന് ഒരു സ്ഥിരത വരികയാണ്. ഇതുവരെ ഇവിടെ സ്ഥിരതയൊന്നും വന്നിട്ടില്ല. മനസ്സിലായി? പലതും നഷ്ടപ്പെട്ടതേ ഉള്ളൂ, സ്ഥിരത വന്നിട്ടില്ല ഇവിടെ. അതായത് ജഗ്ലിംഗ് ആണ്, സാമ്പത്തികത്തിന് ജഗ്ലിംഗ് ആണ്, മറ്റു പല കാര്യങ്ങൾക്കും കൺഫ്യൂസ്ഡ് ആണ്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എംപററാണ്. അതായത് വളരെയധികം നല്ല ഒരു പോസിറ്റീവ് എനർജിയിലേക്ക്, ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടിയിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ്. ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേബിൾ ആവാൻ കഴിയുന്നു. സ്റ്റേബിൾ ആവുന്നത് എന്തൊക്കെ കാര്യത്തിലാണ്? സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ സ്റ്റേബിൾ ആവാൻ കഴിയുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു പരിപൂർണത ലഭിക്കാൻ തുടങ്ങുന്നു.
അവിടെയാണ് നിങ്ങൾക്ക് ഉയർന്ന ഒരു സ്ഥാനം കിട്ടുന്നത് സമൂഹത്തില്. മനസ്സിലായി? ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യാൻ തുടങ്ങുന്നത്? നിങ്ങൾക്കൊരു സൊസൈറ്റിയിലൊക്കെ ഒരു അതോറിറ്റി പവർ ലഭിക്കുന്ന എനർജിയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവണം, പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ജീവിതത്തിൽ എങ്ങനെ ഇനി മുന്നോട്ട് വരാൻ കഴിയും, എന്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ഇവിടെ നിന്നും പഠിച്ചിട്ടുണ്ടാവണം. ഡെത്തിൽ നിന്നും ടവർ മൊമെന്റിൽ നിന്നും. മനസ്സിലായോ? അങ്ങനെ പഠിച്ചിട്ടാണ് ഇവിടെ ഒരു സ്റ്റേബിളായി ലൈഫിലേക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത്. ഇവിടെ സാമ്പത്തികത്തിന് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അഥവാ സാമ്പത്തികം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഇനിയും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും അതുപോലെ അല്ല എങ്കിൽ ഉള്ളത് കൊണ്ട് ബാലൻസ് ചെയ്ത് പോകാനും നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് ബാലൻസ് ചെയ്ത് പോകാൻ ഇവിടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ടുണ്ടാവണം. പക്ഷേ ഈ 2026 നിങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ്? സാമ്പത്തികപരമായ ബാലൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്നാലും ചിന്തിച്ചാൽ പോലും ചിലപ്പോഴൊന്നും അത് നടക്കാറില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിവിടെ സാലറി പെർമനന്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങുന്നു. അതുപോലെ ജോലിക്ക് ഒരു പെർമനന്റ് ആയ ഒരു അവസ്ഥ വരാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത, അതിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ലൈഫിന് സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് തന്നെ ഒരു അതോറിറ്റി പവർ കൈവരുന്നുണ്ട്. ഒരു അധ്യക്ഷ സ്ഥാനം നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങളുടെ ആ സാഹചര്യങ്ങളിലും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാവേ. എംപറർക്ക് വേണ്ടി എന്ത് ക്ലാരിറ്റിയാണ് വരുന്നത്, എന്ത് എനർജിയാണ് മൈനർ അർക്കാന കൊണ്ടുവരുന്നത്? കണ്ടില്ലേ? 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് സ്ഥിര വരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ട്. സ്ഥിരമായി വരുമാനം വന്ന് ഇവിടെ ധാരാളമായിട്ട് കിട്ടാനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ബന്ധുക്കളും മറ്റ് വളർത്തുമൃഗങ്ങളായാലും ബന്ധുക്കളായാലും എല്ലാവരും നിങ്ങളോട് ഒത്തുചേരുന്ന എനർജിയാണിത്. കണ്ടില്ലേ? ഇതാണ് എംപറർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ എംപററുടെ സ്ഥാനത്തിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് പറയുന്നത്. ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. സഫലത, സമ്പത്തിൻ്റെതായ സഫലതയല്ല, സാക്ഷാത്കാരമാണ് ഇവിടെ. സാക്ഷാത്കാരവും നല്ല പൂർണ്ണതയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു. ഇതുവഴിയാണ് നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ മറ്റൊരുപാട് പേര് നിങ്ങൾക്ക് അധികാര പദവി തരും, അല്ലേ? കാര്യം പല കാര്യങ്ങൾക്ക് നിങ്ങൾക്കിത് ചെലവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു അധികാര പദവി ലഭിക്കും. മറ്റുള്ളവർ അത് കൽപ്പിച്ച് തരും നിങ്ങൾക്ക്. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം വരും. പണമുള്ളവരോട് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും കാണിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കിട്ടാൻ പോകുന്നു, ഒരു ബഹുമതി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഈ എംപററുടെ പദവിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇത് ഹെറോഫന്റിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ? ബോട്ടം വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ്. പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. സോറി, അതിനടിയിൽ തന്നെ ഒരു കാർഡുണ്ട്. ടെമ്പറൻസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേൾഡിൽ നിങ്ങൾക്കെല്ലാം സഫലമാകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ എല്ലാം സഫലമാകുന്നുണ്ടെന്ന് പറയുമ്പോഴെന്താണ്? സൃഷ്ടിയിലുള്ള ആ ഒരു എനർജി, ക്രിയേറ്റീവ് പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കും. ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരികയാണ്. മനസ്സിലായി? ഇവിടെ ബ്രഹ്മാവിനെയാണ് കാണിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങളൊക്കെ നടത്തുന്ന ആളല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. ക്രിയേറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ക്രിയേറ്റീവ് എനർജിയിലാണ് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് വേൾഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വേൾഡ് എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പല നാടുകളിലേക്ക് പോകാനും പല കാര്യങ്ങൾ അറിയാനും യാത്ര ചെയ്യാനും പല കാര്യങ്ങൾ അറിയാനും പല കാര്യങ്ങൾ പഠിക്കാനും അവിടെ നിന്ന് ഒരു പൂർണ്ണത വരുത്താനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
മനസ്സിലായി. ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മ റിലീസാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വരും. നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇവിടെയും മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യ ഗായത്രി ജപിക്കുക, ഇതിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സമ്പൂർണമായിട്ട് വരുന്നത്. സാമ്പത്തികം വരുന്നുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ ആൾക്കാരെ അറിയാനും അവിടുത്തെ ഭാഷ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് എനർജി ഉള്ളതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം ഒക്കെ കൊണ്ടുവരുവാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ടെമ്പറൻസ് ആണ്, ജീവിതത്തിൽ ബാലൻസ് ചെയ്തു പോകാൻ അർദ്ധനാരീശ്വര രൂപമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ബാലൻസിങ് ആണ്. അതായത് ഇവിടെ ഫെമിനിൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി, ഡിവൈൻ മസ്കുലൈൻ എനർജി. മനസ്സിലായ? അപ്പൊ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴല്ലേ ഒരു സമ്പൂർണത വരുന്നത്. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. ശിവപാർവതി ഐക്യമാണ് ഇവിടെ. അപ്പൊ ഇവിടെ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു സങ്കല്പത്തിൽ നമുക്ക് പറയുന്നത്. ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡ് ഉദ്ദേശിക്കുന്നതിന് ബാലൻസിങ് ആണ്. അപ്പൊ അതായത് ബാലൻസ്, പകുതി ഭാഗം എന്താണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. കുറച്ച് ഡിവൈൻ മസ്കുലൈൻ എനർജി, കുറച്ച് ഡിവൈൻ ഫെമിനിൻ എനർജി. പക്ഷെ ആരും അതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ വലതുഭാഗം എന്ന് പറയുന്ന ഡിവൈൻ മസ്കുലൈൻ ആണ്, ഇടതുഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. ചിലപ്പോൾ ഈ ഭാഗങ്ങൾ തമ്മിൽ കൂടുതൽ എനർജി നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് ചിലരൊക്കെ ഒരുപാട് ഇമോഷൻസിൽ ഉൾപ്പെടുന്നത്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അതായത് ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് കുറച്ചുകൂടി ധൈര്യം സംഭരിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് കിടക്കും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് ജീവിതം സമ്പൂർണതയിലെത്തുന്നത്. അപ്പൊ ഈ ഒരു ദൈവാനുഗ്രഹമാണ് കൂടുതൽ പേരെയും ജീവിതത്തിന്റെ സക്സസിലേക്ക് നയിക്കുന്നതെന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ എന്ത് സക്സസ് ആണ് ഇവിടെ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ, സാമ്പത്തിക ബാധ്യതയാണ്, അതുപോലെ മറ്റ് ആൾക്കാരുടെ വായിലിരിക്കുന്ന അധിക്ഷേപങ്ങൾ കേൾക്കാനാണ്, അപവാദം കേൾക്കുന്ന എനർജിയാണ്. എന്തായാലും ഇവിടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ധൈര്യപൂർവ്വം മറ്റ് പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നു ഇവിടെ. അതായത് ഇവിടെ 2 എനർജിയും ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിനുള്ള കരുത്ത് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കരുത്ത് നേടി കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം ഇവിടെ ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് കൂടുതലായിട്ട്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയും അതിനെ മറികടന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഹെറോഫന്റ് എനർജിയാണ്. ഇവിടെ പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ച സത്യങ്ങളെ അറിയാനുള്ള ഒരു കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പ്രപഞ്ച സത്യങ്ങളെ അറിയുമ്പോൾ തന്നെ എന്താണ്, കൂടുതലായിട്ടും മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് കുറെ കൂടി ചക്രാസിനെ ആക്റ്റീവാക്കി എടുക്കുമ്പോൾ പ്രപഞ്ച സത്യങ്ങളെ അറിയാൻ കഴിയുന്നു. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നു. ഈ ഒരു കഴിവ് ഏറ്റവും വലിയൊരു കഴിവാണ്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മറ്റുള്ളവരെ നല്ല രീതിയിലേക്ക് നയിക്കുക. ചിലപ്പോൾ മതപരമായ ആചാരങ്ങളിലൊക്കെ കുടുങ്ങിയിരിക്കുന്ന ചില ആൾക്കാർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനും അവരെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കഴിവാണ് കൂടുതലായിട്ട് ഹെറോഫെന്റിന് ലഭിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്. നോളജ് കൂടുതലായിട്ടും ഉണ്ടാകുന്നു, അനുഭവജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ അനുഭവജ്ഞാനത്തിലൂടെ ഒരുപാട് പേരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു. നല്ലൊരു ഗുരുവാകാൻ സാധിക്കുന്നു, മറ്റുള്ളവരുടെ ഒരു നല്ല ഗുരുവാകാൻ സാധിക്കുന്നു, മെന്ററാകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കാനുള്ള കഴിവ് ഒക്കെയും ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ്. ഡബിൾ എനർജിയിൽ എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് ഇവിടെ ഒരു കാളിരൂപം തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡബിൾ എനർജി എന്ന് പറയുന്നത് എന്താണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. അതാണ് പിന്നീട് കർമ്മയായി തീരുന്നത്. നല്ലൊരു ഫാമിലിയിൽ കഴിയുന്നു, മറ്റൊരു ഫാമിലിയിലുള്ള വ്യക്തിയുമായിട്ടുള്ള സംസർഗം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ
കടന്നു പോകുന്നു മുന്നോട്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരുടെ വായിലിരിക്കുന്നത് കേൾക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശാപവാക്കുകൾ ഏറ്റുകിട്ടും, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. ഇനി അതുമല്ല എങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത സാമ്പത്തികം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതിലും അവിടെയും എന്താണ്, ശാപവാക്കുകൾ ഏൽക്കുകയാണ്. അപ്പൊ ഈ ഒരു ശാപവാക്കുകൾ ഏൽക്കുന്നതോട് കൂടി തന്നെയും നിങ്ങൾക്ക് കർമ്മ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത പല പരിപാടികളും ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയാണ്. വെറുതെ പോകുന്ന നായയെ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ പൂച്ചയെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതും ഒക്കെ എന്താണ്, കർമ്മയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കർമ്മയാണ് പിന്നീട് ഏറ്റവും വലിയ ദുരന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലാകാതെ ചില പ്രവർത്തികളിൽ മുഴുകേണ്ടതായിട്ട് വരും, ചില ദുരന്തങ്ങളിൽ അകപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒത്തിരി കാലം കൊണ്ട് ഇത് അനുഭവിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് തന്നെ. അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ ആവശ്യമില്ലാത്തത് ചെയ്യുക, ആവേശം കൂടുതൽ വരികയാണ്. ആവശ്യമില്ലാത്തതിലേക്ക് കടക്കാനുള്ള ആവേശം കൂടുതലായിട്ട് വരുന്നു. ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. കാര്യം നെഗറ്റീവ് എനർജിയാണ് കുടികൊള്ളുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എന്താണ്, മായാശക്തിയാണ്. അതായത് ഒരു നെഗറ്റീവ് എനർജിയാണ്. ഈ മായാശക്തിക്കും അപ്പുറത്തായിട്ടുള്ളത് എന്താണ്, ഈശ്വരീയമായ ശക്തിയാണ്, അല്ല ദൈവികമായ എനർജി. അതാണ് ഡെവിൾ എനർജിയും ദൈവിക എനർജിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടാണ്, അതുതന്നെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. നല്ല കാര്യങ്ങളിലേക്ക് മുൻപോട്ട് ഇറങ്ങുമ്പോഴും മനസ്സ് ചിലപ്പോൾ പറയുന്നത് എന്താണ്, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ അത് ശരിയാവില്ല. അതാണ് ഈ മായാശക്തിയാണ് കൂടുതലും നമ്മളെ ഭരിക്കുന്നത് എല്ലായ്പ്പോഴും. അതുകൊണ്ട് തന്നെയാണ് പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നത്. മനസ്സിലായോ? അപ്പം എത്രമാത്രം പെട്ടെന്ന് ആകർഷിക്കാമോ അത്രയും പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത് എന്ത് ശക്തിയാണ്, നെഗറ്റീവ് എനർജി തന്നെയാണ്. പോസിറ്റീവ് എനർജി അത്രമാത്രം ആകർഷിക്കപ്പെടുന്നില്ല. ദൈവികമായ അനുഗ്രഹം വളരെ അത്യപൂർവമാണ്, വളരെ കുറച്ചാണ് വരുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒത്തിരി പാടുപെട്ട് നേടിയെടുക്കേണ്ടതാണ് ദൈവികമായ എനർജി, ഈശ്വരീയ ശക്തി എന്ന് പറയുന്നത്. അതേസമയത്ത് നെഗറ്റീവ് എനർജിയോ, അത് ഒരു ഡെവിൾ എനർജി എന്ന് പറയുന്നത് എന്താണ്, അത് പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റും എല്ലാവർക്കും. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഡെവിൾ എനർജിയിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഡെവിളിന്റെ എനർജിയാണ്, കണ്ടില്ലേ, കർമ്മ അനുഭവിക്കുകയാണ്. ഇവിടെ 9 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ അനാവശ്യകരമായ ബന്ധങ്ങളിൽ പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കേണ്ടതായിട്ട് വരുന്നു. അതാണ് ഇവിടെ കാണുന്നത്. കണ്ടല്ലേ, ഇവിടെ അത് തന്നെയാണ്. പേടിച്ചിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഈ പേടിച്ചിരിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത്, വഴക്കിടേണ്ട അവസ്ഥ തൊട്ട് താഴെ അത് തന്നെയാണ് 5 ഓഫ് വാൻസിന്റെ എനർജി. ഇവിടെ ആർഗ്യുമെന്റ്സ് ആയി, ഇവിടെ മാനസിക സമ്മർദ്ദം, സംഘർഷത്തിൽ ഉൾപ്പെടുന്നു, സ്ട്രെസ് അനുഭവിക്കുന്നു. ഇവിടെയോ പേടി അനുഭവിക്കുന്നുണ്ട്. ഇവിടെയോ 9 ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കർമ്മ അനുഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടി വരുന്ന, രാപകൽ ഉറക്കമില്ലാത്ത അവസ്ഥ, രാപകൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, രാപകൽ നെഗറ്റീവ് എനർജിയിൽ ഇരിക്കേണ്ടി വരുന്നു, തലവേദനയായി ഉറക്കമില്ലാത്ത രാത്രികൾ. ഇതാണ് ഇവിടെ ഈ ഡെവിൾ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ തലയിടുക, ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരീയമായ ശക്തി നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കൂ, ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യാൻ ശ്രമിക്കൂ. അവിടെ നിന്ന് ഡിവൈൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. കാരണം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുത്താൽ മാത്രം മതിയാകും. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് എന്താണ് എന്ന് നമുക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എന്താണ് ഫോർച്യൂൺ കാർഡ്സ് പറയുന്നത് നമുക്കൊന്ന് നോക്കാവേ. അവിടെ വീണിട്ടുണ്ട്. അഞ്ച് കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് നെസ്റ്റ് ആണ്.
ആൻഡ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. ലവിങ് ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്നേഹമുള്ള കുടുംബത്തെ വാർത്തെടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ത്യാഗം സഹിക്കണം. മറ്റൊരാൾ പറയുന്നതിനെ അംഗീകരിക്കാനുള്ള മനസ്സാണ് ഏറ്റവും അത്യാവശ്യം. മനസ്സിലായോ? ആ ഒരു മനസ്സുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, തൻ്റെ പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്തൊന്ന് ജീവിച്ചു നോക്കൂ. തൻ്റെ പാർട്ട്ണറെ തന്നേക്കാൾ അധികം സ്നേഹിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്നും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ പറ്റും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ഹാപ്പി ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. മനസ്സിലായി? അവിടെയാണ് സമാധാനവും സന്തോഷവും ദൈവാനുഗ്രഹവും കുടികൊള്ളുന്നത് എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ കെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലവ് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. എല്ലാം കൂടെ ആകുമ്പോൾ പരസ്പരം അങ്ങനെയൊന്ന് ജീവിച്ചു നോക്കുക. എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത്? എത്രമാത്രം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? ഇവിടെ വന്നിരിക്കുന്ന സൈക്കിക് എബിലിറ്റി, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് പലരും ഇന്ന് ഇത് കാണുന്നത്. ഇവിടെ നമ്മൾ ഹെയറോഫിൻ്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിവുണ്ടാകുന്നു, പ്രപഞ്ച സത്യങ്ങൾ അറിയാനുള്ള കഴിവ്, മെഡിറ്റേഷൻ ചെയ്യും. ഇവിടെ സൺകാർഡ് വന്നപ്പോഴും പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി, അതുപോലെ യോഗ ചെയ്യുന്ന എനർജി അല്ലേ. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾക്ക് ഈ ഒരു എബിലിറ്റി വരുന്നുണ്ട്, ഈ ഒരു കഴിവ് വരുന്നുണ്ട്, ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനെ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു. നിങ്ങളിലേക്ക് അവസരങ്ങൾ, ഡോറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങളുടെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. കണ്ടല്ലേ, ഇനി ഡോറ് തുറന്നത് സ്വീകരിച്ചാൽ മതി. കാരണം ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു. അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇത്രമാത്രം നല്ല ഒരു പ്രവൃത്തിയിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ മുന്നോട്ടൊരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ വിൻഷിം എന്നാണ് വന്നിരിക്കുന്നത്, വിൻഷിംസ് അല്ലേ. അവിടെ പീസ് ആൻഡ് ഹാർമണി, നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരാനും ഐക്യം കൊണ്ടുവരാനും കഴിയും. നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ കാർഡ് വന്നപ്പോഴേ പറഞ്ഞു ഹാപ്പി ഫാമിലി അത്യാവശ്യമാണെന്നല്ലേ. അപ്പോൾ ഇവിടെയും സമാധാനവും ഐക്യവും കൊണ്ടുവരാൻ സാധിക്കും. അത് നിങ്ങൾ കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ 4 ലീഫ് ക്ലോവർ ആണ് വന്നിരിക്കുന്നത്. ഗ്രേറ്റ് വുഡ് ഫോർച്യൂൺ, 4 ലീഫ്, 4 ഇലയുള്ള ചെടി. അതിൽ വന്നിരിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് വളരെ മഹത്തരമായതും വളരെ നല്ല ഒരു ഫോർച്യൂണും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു ലക്ക് വരുന്നുണ്ട്, നല്ല ഭാഗ്യം സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ വരാൻ പോകുന്നതും അത്തരത്തിലുള്ള എനർജിയാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഫോർച്യൂൺ ടെല്ലിംഗ് കാർഡ്സ് ആണ് ഇത്. മനസ്സിലായോ? അപ്പോൾ നല്ല ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ഇവിടെ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കാൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ റീഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല, പെയ്ഡാണ്. മനസ്സിലായോ? അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.